ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ ഗ്രൂപ്പാണ്. ശ്രീ രത്തൻ ടാറ്റ അതിൻ്റെ സാരഥിയായിട്ട് വളരെ കാലം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷവും ചില ദിവസങ്ങളുമായി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ടാറ്റ ട്രസ്റ്റിനകത്ത് പല ഡെവലപ്മെൻറ്റുകളുണ്ടായി, പല ഭിന്നതകളുണ്ടായി. അത് ഇപ്പോൾ പൊതു ഇടത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ടാറ്റയുടെ വിശ്വസ്തനായിരുന്ന ശ്രീ മെഹ്ലി മിസ്ത്രി ടാറ്റ ട്രസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ടാറ്റ സൺസാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ എല്ലാ കമ്പനികളുടെയും ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ടാറ്റ സൺസാണ്. ടാറ്റ സൺസ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ടാറ്റ സൺസിലെ 66% ഓഹരികൾ സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റിനും സർ രത്തൻ ടാറ്റ ട്രസ്റ്റിൻ്റെയും കീഴിലാണ്. ഈ ട്രസ്റ്റുകളിൽ നിന്നാണ് ശ്രീ മെഹ്ലി മിസ്ത്രി പുറത്തു പോയിരിക്കുന്നത്. ഇപ്പോൾ ടാറ്റയുടെ ഈ ഗ്രൂപ്പിലുണ്ടായ ഈ ചലനം ഇന്ന് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വളരെ വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടാറ്റയുടെ ഷെയറുകളെല്ലാം വളരെ നല്ല രീതിയിൽ 2%, 3% പെട്ടെന്ന് കയറുകയുണ്ടായി. അപ്പോൾ ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അനഭിമതരായവർ, ഇംഗ്ലീഷിൽ പേഴ്സണ നോൺ ഗ്രാറ്റ എന്ന് പറയും, അനഭിമതരായവർ പുറത്തു പോയതിൻ്റെ സന്തോഷമാണ് ഷെയർ ഹോൾഡേഴ്സ് കാണിക്കുന്നത്. രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനായ നോയൽ ടാറ്റ, TVSൻ്റെ സാരഥി വേണു ശ്രീനിവാസൻ തുടങ്ങിയവരടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ടാറ്റ ട്രസ്റ്റുകളുടെ നേതൃഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. ശ്രീ മെഹ്ലി മിസ്ത്രി എന്ന് പറയുന്നത് നേരത്തെ രത്തൻ ടാറ്റയുമായിട്ട് പിണങ്ങി ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ സൈറസ് മിസ്ത്രിയുടെ ബന്ധുക്കളാണ്. അദ്ദേഹം സൈറസ് മിസ്ത്രി ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ശ്രീ രത്തൻ ടാറ്റ ഇടപെട്ടതായിരുന്നു കാരണം. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിലെ ഒരു വലിയ അഴിച്ചുപണിയും മാനേജ്മെൻറ്റ് തലത്തിൽ പ്രധാനപ്പെട്ട ചേഞ്ചുകളും ഉടനെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഷെയർ മാർക്കറ്റിലുണ്ടായ ഈ വ്യതിയാനത്തെ നമ്മൾ വിലയിരുത്തുക. ടാറ്റ ഗ്രൂപ്പിന് നല്ല രീതിയിലോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. നന്ദി, നമസ്കാരം.